ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാങ്കിങ് വീഡിയോ ആണ്. ഒരാളിനെയല്ല ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോണത്, വീട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വലിയ പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതായത് വലിയ കാര്യം പറഞ്ഞ ഒരാളെ ടെൻഷൻ അടുപ്പിക്കുക, അങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നൊരു ഫണ്ണി രീതിയിൽ പ്രാങ്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കേ വേണ്ട. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചപ്പോൾ എൻ്റെ പഴയ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പുതിയ സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ആർക്കും അറിയില്ല, കണ്ണനെ അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണനെ വിളിക്കണം, അച്ഛനെ വിളിക്കണം, അമ്മേനെ വിളിക്കണം, അനിയത്തിനെ വിളിക്കണം, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കണം, പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിക്കണം. അങ്ങനെ നമ്മളൊരു 5-6 പേരെ ഒരുമിച്ച് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കണ്ണനോട് ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൻ ഈ അടുത്ത് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കാം. പുള്ളി ഓൾറെഡി ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എന്താ പറയാ, വേറെ പരിചയമില്ലാത്ത നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ஹலோ ஹலோ மணிகண்டனா பேசிட்டு இருக்க. ஹலோ மணிகண்டனா പണ്ടാറൊക്കെ ചിരി വന്നിട്ട് പോയി. ഹലോ, உங்களுக்கு தமிழ் அறிவா? ഓക്കെ ഓക്കെ, ഇത് ചെന്നൈന്ന്. അല്ല വണ്ടിയുടെ ഇല്ല, ഒരു ആക്സിഡന്റ് ഉണ്ടായോ ഈ അടുത്ത്? ഓക്കെ, ഇത് ചെന്നൈന്ന് പൂജ പേசுறட்டு. உங்களுக்கு 10 லட்சம் கிடைச்சாச்சு. ഇൻഷുറൻസ് സാർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സാറിന് 10 ലക്ഷം കിട്ടിയിട്ടുണ്ട് സാർ. അതെന്നാണ് വാങ്ങുന്നത്? അതെ മണികണ്ഠൻ. പുലിങ്കുന്നത്താണോ വീട്? പുലിങ്കുന്നത്ത്. അതാണ് സാർ പറഞ്ഞത്. സാറിന്റെ വണ്ടി ഗ്ലാമർ അല്ലേ? ഗ്ലാമർ. അതിന് അടുത്ത് ഇടിച്ചില്ലേ? വണ്ടി ആക്സിഡന്റ് ആയില്ലേ? അതുകൊണ്ട് സാറിന് 10 ലക്ഷം ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. അതിന് വണ്ടിയുടെ ബുക്കും പേപ്പറും, സാറിന്റെ ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്. അതുകൊണ്ട് ചെന്നൈയുടെ ഓഫീസിലേക്ക് വന്നാൽ മതി. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നമ്മൾ തന്നെ എടുത്തു തരും. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നമ്മൾ തന്നെ എടുത്തു തരും. 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ലക്ഷം മറ്റേ സാറൊരു വേറൊരാളെ വണ്ടി ഇടിക്കാൻ പോയില്ലേ, അയാൾക്ക് കൊടുക്കണം. ഓക്കെ, എന്നാണ് ഇപ്പൊ സാറിന് വരാൻ പറ്റുക? സാർ ഹലോ, അത്രക്ക് നന്നായി പറ്റിയിട്ടുണ്ടോ സാർ? അപ്പൊ 10 ലക്ഷം തന്നത് കൂടും സാർ. മറ്റവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഓക്കെ
സാർ 10 ലക്ഷം രൂപ കൊണ്ട് എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കിവിടെ എഴുതണം പേപ്പറിൽ എഴുതണം. ഓക്കെ ബാലൻസ് സാറിന്റെ പൈസ സാർ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ സാർ പാവപ്പെട്ടവരുടെ അയ്യേ അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വിളിക്കാം. നീത്തിനെ വിളിച്ചോക്കാം. ഹലോ ഹലോ ഇത് വിജിതയാണോ സംസാരിക്കുന്നത്? മാം എന്നെ മനസ്സിലായോ? ഇത് ചെന്നൈയുടെ ഒരു ഓഫീസിൽ നിന്ന് പൂജയാണ് വിളിക്കുന്നത്. മാം എന്തെങ്കിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? മാമിന്റെ നമ്പർ ഇവിടെ കിട്ടി. മാമിന് ഗോൾഡൻ വിസ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ വിസ. സോ മാമിന് പാസ്പോർട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയോ? ഹലോ നീ ട്രൂ കോളറൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? എന്റെ ഫ്രണ്ട് ദേവികനെ വിളിച്ചു നോക്കി നോക്കോട്ടാ. ഹലോ 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 കേക്കുന്നുണ്ടോ? ഇത് ദേവിക. ഓക്കെ. ഇത് ചെന്നൈന്ന് ഒരു ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു ജോബ് വാക്കൻസി ഉണ്ട്, അപ്പൊ അതിനായിട്ട് വിളിച്ചതാ. ചെന്നൈ. അതെ അക്കൗണ്ടന്റ്. ഹലോ മാം എവിടെയെങ്കിലും നോക്കിയിരുന്നോ? മാം എവിടെയെങ്കിലും ജോലി നോക്കിയിരുന്നോ? അതെ, ഇവിടെ സാലറി നമുക്ക് 50K ആണ് വരുന്നത്. എന്താ അങ്ങനെ? ഇതിപ്പോ ഓൾറെഡി അപേക്ഷിച്ച കാരണം ഇവിടെ വന്ന് ഒന്ന് ജോയിൻ ചെയ്തിട്ടെങ്കിലും പോകണം. ഹലോ മാം കേൾക്കുന്നുണ്ടോ? മാം എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ല. ചെന്നൈന്ന് ഒരു ഓഫീസിന്ന് പൂജ. വിനീത. മാമിന്റെ പേര് ദേവിക എന്നല്ലേ? ആരാ വിനീത? ഓക്കെ മാം, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്തായാലും 50K ആണ് സാലറി വരുന്നത്. എന്തായാലും ഈ വീക്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടെങ്കിലും പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ കേസ് വരും. കാരണം നിങ്ങൾ ഓൾറെഡി ജോബിനെ അപേക്ഷിച്ചിട്ട് ഒരുമാതിരി ആളെ കളിയാക്കണ പരിപാടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. എന്താണ്?
എന്റെ സൗണ്ട് കേട്ടിട്ട് നിനക്ക് മനസ്സിലാവണ്ടാ? അയ്യേ, ഇപ്പൊ ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മേനെ വിളിച്ച് പറ്റിക്കാം. ഹലോ, ഇത് ഷീജ, ഷീജ ആണോ? ഒരു ലോണുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണ്. നിങ്ങളുടെ മോള് വിനീത പട്ടുകുളങ്ങര അല്ലേ? ആ വ്യക്തി ഒരു 2 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ തിരിച്ചടവൊന്നും തന്നിട്ടില്ല. ഇസാഫ്, ഇസാഫ്. ആ, അതെ അതെ. ഞാന് ചെന്നൈന്ന് ഓഫീസില് പൂജ. അല്ല മാം, ഇതിപ്പോ ഈ അടുത്തെടുത്തതാണ്, കഴിഞ്ഞ മാസം. അപ്പൊ പുതിയ അടവാണ് ഈ മാസം തൊട്ടിട്ട്. ഇതുവരെ അടച്ചിട്ടില്ല. വിളിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യാണ് അവര്. വിനീത പട്ടുകുളങ്ങര എന്നല്ലേ വീട്ടും പേര് വരിക? ഓ, വിനീത. നിങ്ങളുടെ മോളല്ലേ ഇവിടെ? നിങ്ങളുടെ നമ്പറാണ് നോമിനിയുടെ പേരിൽ വെച്ചേക്കുന്നത്. അവര് വിളിച്ചിട്ട് എടുക്കണല്ലോ. ഇവിടെ നോമിനിയുടെ പേര്, നിങ്ങളുടെ പേരാണ് വെച്ചിരിക്കുന്നത്. അവരടച്ചില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കണം. ഇത് ഓട്ടുപാറ വടക്കാഞ്ചേരി. ഇത് ഞാനാണോ? ശരി. അമ്മ പ്രാങ്കായിട്ടാ. ഇനി അച്ഛനെ വിളിച്ചോക്കാം. അച്ഛ എടുക്കുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഹലോ, ഇത് വിശ്വപുരം പട്ടുകുളങ്ങര. ഹലോ, കേക്കുന്നുണ്ടോ? ഇത് അച്ഛന് മനസ്സിലായി തോന്നുന്നു. അനിയത്തിയെ വിളിച്ച് പറഞ്ഞു. ചീരി വന്നിട്ട് കേട്ടാ ചിരിക്കാൻ പാടില്ല. ഹലോ, വിശ്വംഭരം പട്ടുകുളങ്ങരയാണോ? നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. മാണിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂലേ? മാണിക്കുട്ടി വിളിച്ച് പറഞ്ഞ ശരി. അപ്പൊ ഇതില് പ്രാങ്കായ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ് ശരിക്കും പ്രാങ്ക് ആയത്. ബാക്കി ആരും അങ്ങനെ പ്രാങ്ക്, കണ്ണനും ഒന്ന് നൈസായിട്ട് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.